നമസ്കാരം. നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ചില തടസ്സങ്ങളിൽപ്പെട്ട് നിന്നു പോകാറുണ്ട്. ഏറ്റവും കൂടുതൽ ബിസിനസ്സിൽ ആൾക്കാർ സംസാരിക്കുന്നതും ആൾക്കാർ അനുഭവിക്കുന്നതുമായ ചില വിഷയങ്ങൾ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ ചില തടസ്സങ്ങളിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ്. എന്തൊക്കെയാണ് നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാവുന്ന പ്രധാന തടസ്സങ്ങൾ എന്നൊന്ന് ശ്രദ്ധിക്കാം. കാരണം ബിസിനസ് ഓരോ ആൾക്കും ഓരോ രീതിയിലാണെങ്കിലും കോമൺ ആയിട്ട് ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഒരു 5 തടസ്സങ്ങളെ പറ്റി പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഈ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നും അതിനെ എങ്ങനെ പരിഹാരം കണ്ടെത്തണം എന്നുള്ള തുടർ വീഡിയോകൾ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഞാനും നിങ്ങളും ഒക്കെ അനുഭവിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ എങ്കിലും ഇതിനെ കാര്യക്ഷമമായി നമ്മളൊന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള തത്വര നടപടികൾ നമ്മൾ സ്വീകരിച്ചാൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ചില ക്രിയേറ്റിവിറ്റി, ചില ഐഡിയകൾ നമ്മൾ സ്ഥാപിച്ചാൽ നമുക്കിത് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ 5 തടസ്സങ്ങളെ പറ്റിയിട്ടാണ്. നമ്മളെ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി മാറുന്ന ചില 5 കാര്യങ്ങൾ മാത്രമാണ്. അതിൽ നിന്നും എങ്ങനെ അത് മറികടക്കാം എന്ന് അടുത്ത ഓരോ സെഷനുകളായിട്ട് നമുക്ക് വിശദമായി പറയാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എന്താണ് നിങ്ങൾ ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതുകൂടി താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തിയാൽ അതുമായിട്ട് നമുക്ക് കൂടുതൽ ചർച്ചകൾ ചെയ്തു പോകണം. ഞാൻ എപ്പോഴും പ്രായോഗികമായ ബിസിനസിനെ പറ്റിയിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കുറേ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബിസിനസിന്റെ രീതികളല്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അതിപ്പോ എവിടെയും ലഭ്യമാണ് എന്ന രീതിയിൽ തന്നെയാണ്. എൻ്റെ ഒരു പുതിയ 2 പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഒന്ന് നോ യുവർ ബിസിനസ് എന്ന് പറയുന്ന എൻ്റെ അടുത്ത തന്നെ 2 പുസ്തകങ്ങൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഒന്ന് നിങ്ങളുടെ ബിസിനസിനെ അറിയൂ എന്ന് പറയുന്ന മലയാളത്തിലെ പുസ്തകം, അതായത് ഇംഗ്ലീഷിൽ നോ യുവർ ബിസിനസ് എന്ന് പറയുന്നതും മാസ്റ്റർ യുവർ ബിസിനസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകവുമാണ്. അത് ഇംഗ്ലീഷിലാണ്. എന്തുകൊണ്ട് അത് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ അതിന്റെ മലയാളീകരണം എത്രക്കൊണ്ട് സാധ്യമാകും എന്നറിയില്ല. കാരണം ഒരു ബിസിനസിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഒരു എന്റർപ്രണർ ജേണി വരെയുള്ള കംപ്ലീറ്റ് ജേണിയെ പറ്റിയിട്ടാണ് പറയുന്നത്. നോക്കാം, നമുക്ക് മലയാളത്തിൽ സാധ്യമാണെങ്കിൽ ഉടനെ തന്നെ അത് ഉണ്ടാക്കാം. ഇംഗ്ലീഷിലുള്ള പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ ലളിതമായ ഭാഷയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചാനലിൽ പറയാൻ പോകുന്നത് പ്രാഥമികമായി സാധാരണക്കാരനായ ബിസിനസ്സുകാരൻ, വളരെ സാധാരണക്കായ കച്ചവടക്കാർ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന ആ സ്ഥലത്ത് നിൽക്കുന്ന, സ്വന്തമായി പണിയെടുക്കുക, സ്വന്തമായി പൈസ ഉണ്ടാക്കുക, സ്വന്തമായി ബാങ്കിൽ പോവുകയും സ്വന്തമായി ലോൺ എടുക്കുക, സ്വന്തമായി ഡെലിവറി ചെയ്യുകയും ചെയ്യുന്ന സാധാരണക്കാരനായ ബിസിനസ്സുകാരെ ഉദ്ദേശിച്ചാണ് ഈ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകും. നിങ്ങളെല്ലാം വളർന്നു വരുമ്പോൾ നമുക്ക് അടുത്ത കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എന്ന് മാത്രമാണ്. പിന്നെ ഇപ്പോൾ ക്വിക്കായിട്ട് 5 കാര്യങ്ങൾ പറയാം. ഇത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ ബാധകമായ, ബിസിനസ്സിൽ ബാധകമാവുന്ന വിഷയമാണ് എന്നുള്ള പൂർണ്ണ മനസ്സോടെ ഞാൻ പറഞ്ഞത്. ഒന്നാമത്, ഏതൊരു ബിസിനസ്സിലും പലതരത്തിലുള്ള വെല്ലുവിളികളും പലതരത്തിലുള്ള ഒബ്സ്റ്റാക്കിൾസുകളും ഒക്കെ ഉണ്ടാവും. അത് സാധാരണമാണ്. എങ്കിലും ബിസിനസ് ലോകത്ത് ഏറ്റവും വലിയ തലവേദന എന്ന് പറഞ്ഞാൽ പലരും അനുഭവിക്കുന്നത് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് എന്നതാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്, അതായത് നമുക്ക് ആവശ്യാനുസരണം പണലഭ്യതയില്ലാത്തത് നമ്മുടെ ബിസിനസിനെ പലപ്പോഴും പിടിച്ചു നിർത്താറുണ്ട്. ഇത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. കാരണം ബിസിനസ് ലാഭത്തിലാണ്, പക്ഷേ എല്ലാ സമയത്തും പണം കൈവശമില്ല. ഇതാണ് ക്യാഷ് ഫ്ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പലതരം ബില്ലുകളും ബാധ്യതകളും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതാത് സമയത്ത് അത് കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. എന്നാൽ ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലാഭം ഒരുപാട് കണക്കൂട്ടാനുണ്ട്. വരവിലും ചിലവിലും എല്ലാത്തിലും നമുക്ക് കൃത്യമായ കണക്കുണ്ട്. പക്ഷെ ഈ ക്യാഷിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് കമ്പനിയെ വലിയ സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ സ്ഥാപനത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഫണ്ടമെന്റൽ. അത് വലിയ കമ്പനി ആയാലും ചെറിയ സ്ഥാപനമായാലും മൾട്ടി കോർപ്പറേറ്റ് ആയിക്കഴിഞ്ഞാലും ഈ ഒരു വിഷയം തന്നെയാണ് ക്യാഷ് ഫ്ലോ ഉള്ളത്. അത് കൃത്യമായ മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ മാത്രമേ സാധ്യമാകുള്ളൂ എന്ന് ഓർക്കുക. അതിനു വേണ്ടി നടപടികളൊക്കെ പിന്നെ പറയാം. അപ്പോൾ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് നിങ്ങൾ വളരെ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കും. രണ്ടാമത്തെ കാര്യം, ലാക്ക് ഓഫ് സ്ട്രാറ്റജിക് വിഷൻ എന്ന് പറയും. ഒരു വ്യക്തമായ കാഴ്ചപ്പാടില്ലായ്മ എന്ന് പറയും, അല്ലെങ്കിൽ തന്ത്രപരമായ ദൃഷ്ടിയുടെ അല്ലെങ്കിൽ കൽപ്പനയുടെ അഭാവം എന്ന് പറയും. നമുക്ക് ദീർഘകാലത്തേക്കുള്ള വിജയത്തിന് ആവശ്യമായ സ്ഥിരതയോടുകൂടിയും വളർച്ചയോടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു തന്ത്രപരമായ സമീപനം നമുക്കില്ല എന്നുള്ളതാണ് ബിസിനസ്സിലെ ഏറ്റവും വലിയ ഒബ്സ്റ്റാക്കിൾ. എന്തോ ചെയ്തു പോകുന്നു, എന്തൊക്കെയോ ലഭിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു
മൾട്ടി ഡയമെൻഷൻ. നാളെ എന്റെ ബിസിനസ് എങ്ങനെയായിരിക്കണം, അതിൽ എത്ര പേര് വരണം, എത്ര പേര് പോകണം, എത്ര പേര് ഉണ്ടാവണം, എത്ര കസ്റ്റമേഴ്സിനെ വേണം, ഏതൊക്കെ സബ്സ്ക്രൈബർ നമ്മുടെ വെൻഡേഴ്സുമായി നമ്മൾ ബന്ധപ്പെടണം, ഏതൊക്കെ ആൾക്കാർക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കണം, ഏതൊക്കെ സാധനങ്ങൾ കൂടുതൽ വെക്കണം എന്നതിനെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചയില്ല. ചിലപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റിപ്പോകുന്നത് വെച്ചാൽ സാധാരണ ഷോപ്പുകൾക്കാണെങ്കിൽ സപ്ലയർമാർ കൊണ്ട് തരുന്ന ഏത് സാധനം വാങ്ങിച്ച് നമ്മൾ ഷെൽഫിൽ വെച്ചിട്ട് അവർ പൈസ കൊടുക്കുന്ന അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ ബിസിനസിന്റെ മോഡലിനെ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ തയ്യാറാവുന്നില്ല. അതിനെപ്പറ്റി ഗഹനമായി ചിന്തിക്കാനോ അതിനൊരു കാര്യങ്ങൾ പഠിക്കാനോ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിനും ബ്രാൻഡിനെ പറ്റിയും നമ്മുടെ തീരെ ബോധമില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പോലും പരമ്പരാഗത മാർക്കറ്റ് രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. അതിന് തത്തുല്യമായി പുതിയ രീതിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ആരും തയ്യാറാവുന്ന, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തന്നെ ചെയ്യില്ല. സാധാരണ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അയ്യോ അത് ചെലവ് കൂടിയ പരിപാടിയാണല്ലോ എന്ന് പറയുന്ന സമൂഹമാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ മാർക്കറ്റിംഗ് ചെയ്യാത്തിടത്തോളം കാലം വിജയിക്കാൻ സാധിക്കില്ല. നമുക്ക് ഇത്തവണ ബ്രാൻഡിനാണ് വാല്യൂ ഉണ്ടാകും. നിങ്ങൾ ഏത് സ്ഥാപനമാണ്, ചെറിയൊരു സാധാരണ കടയാണോ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് ആണോ, അല്ലെങ്കിൽ വലിയ സ്ഥാപനം എന്തുമാവട്ടെ, അതിന് ബ്രാൻഡ് ഉണ്ടാവണം. ആ ബ്രാൻഡിലാണ് ഇത് വിലയിരിക്കുന്നത്. അത് വളർത്താനുള്ള നടപടി ഉണ്ടായേ പറ്റൂ. അതും ഒരു അസറ്റ് ആണെന്ന് തിരിച്ചു അറിഞ്ഞ് അതിനുള്ള പരിപാടികൾ ചെയ്യുമ്പോഴാണ് കൃത്യമായി. അത് പൊതുവെ ഇല്ലാത്തതാണ് ഇന്ന് നമ്മൾ പലപ്പോഴും ബിസിനസ്സിന് തകർച്ചയ്ക്ക് പ്രധാന കാരണമാകുന്നത് എന്ന് പറഞ്ഞു. നാലാമത്തെ കാര്യം വെച്ചാൽ മാനവശേഷി അല്ലെങ്കിൽ മനുഷ്യശേഷിയെ രൂപപ്പെടുത്താനുള്ള ടാലന്റ് മാനേജ്മെന്റിന്റെ അഭാവം എന്ന് പറയുന്നത് എന്താണ്? മികച്ച ജോലിക്കാരെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനോ അവർക്ക് ട്രെയിനിങ് നടത്താനോ നമ്മൾ ആരും തയ്യാറാവുന്നില്ല. പുതിയ ചിന്തകളും നൂതനമായ സാങ്കേതിക വിദ്യകളും ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ജീവനക്കാരെ പരിശീലിപ്പിക്കാനോ അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാനോ അവർക്ക് ടാർഗറ്റ് നൽകാനോ അവർക്ക് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമല്ലേ. അപ്പൊ ടാലന്റ് മാനേജ്മെന്റ്, നമ്മൾ പൊതുവെ ടാലന്റിനെ എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നമുക്കൊരു ജോലിക്കാരൻ ആവശ്യമാണെങ്കിൽ നമ്മളപ്പോൾ ആരെയാണോ അവൈലബിൾ ആയ അവരെ എടുത്തു കളയും. ഇത് ബിസിനസ്സിനെ അതൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അതുമായിട്ട് ക്ലാസ്സുകൾ ഓരോന്നായിട്ട് ചർച്ച ചെയ്ത് പോകാം, എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ മാനവശേഷി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കാത്തത് നമ്മുടെ ബിസിനസിന്റെ പരാജയമാണ്. അഞ്ചാമത്തെ കാര്യം ഓപ്പറേഷനുകൾ, അല്ലെങ്കിൽ അഞ്ചാമത്തെ ഓപ്പറേഷൻ ബോട്ടിൽ നെക്സ് എന്ന് പറയും. അതായത് നമ്മള് കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഉൽപാദനവും അല്ലെങ്കിൽ നമ്മുടെ സെയിലും സർവീസും ഒക്കെ നിയന്ത്രിക്കുന്ന പ്രക്രിയയിൽ അടിയന്തരമായ ചില മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാവില്ല. അത് മനസ്സിലാക്കിയാലും നമ്മൾ അത് എങ്ങനെ ചെയ്യും എന്നതിനെ പറ്റി നമ്മൾ അറിഞ്ഞാലും അയ്യോ ഇത് ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോ, അല്ലെങ്കിൽ ഇതിന്റെ നൂലാമാലയിൽ പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റം ഉണ്ടാക്കില്ല. അപ്പോൾ ഓപ്പറേഷൻ ബോട്ടിൽ നെക്സ് എന്ന് പറയും. നമ്മുടെ ഓപ്പറേഷൻ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ തടസ്സങ്ങളെ അല്ലെങ്കിൽ ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എത്തുമ്പോൾ നിരക്കായി കിടക്കുന്ന സാധനം, അതിനെ കൃത്യമായി പാകം ചെയ്ത് മാറ്റിയെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അത് നമ്മൾ സാങ്കേതികമായ വളർച്ച, ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകളുടെ അഭാവം എന്നിവയൊക്കെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. പ്രവർത്തനക്ഷമത കുറക്കാതെ കൂട്ടാനുള്ള പ്രക്രിയകൾ നടക്കണം എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ ബോട്ടിൽ നെക്സിന് പ്രത്യേകത. അപ്പൊ ഇത് വളരെ കൃത്യമായി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഏറ്റവും വലിയ തലവേദനകൾ പലവിധമാണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാഷ് ഫ്ലോയും അല്ലെങ്കിൽ തന്ത്രപരമായ സമീപനവും മാർക്കറ്റിങ്ങും മാനവശേഷി മാനേജ്മെന്റും ഒക്കെ കൃത്യമായി പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് ഏത് സാഹചര്യങ്ങളിലും ഏത് ബിസിനസ്സിനെയും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വെല്ലുവിളികളെ അവസരങ്ങളായി കാണാൻ സാധിക്കും, അവയെ മറികടക്കാൻ സാധിക്കും. എങ്കിൽ മാത്രമേ ബിസിനസ് അത്യപൂർവമായി വളർത്താൻ സാധിക്കുള്ളൂ. ഒരു വിജയകരമായ ബിസിനസ്സിന് വേണ്ടത് ഓരോ വെല്ലുവിളിയെയും അവസരമായി കാണുകയും അതിന് അനുയോജ്യമായ പരിഹാരങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളെയും നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഉയർന്ന വിജയത്തിനും സുസ്ഥിരതയും നടത്താൻ സാധിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ബിസിനസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലൂടെ പഠിക്കാം. അങ്ങനെ ഓരോ പോയിന്റുകളും ക്ലിയർ ആക്കി കൊണ്ടുപോയി നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി താങ്ക് യു വെരി മച്ച്. താങ്ക് യു.